2024 ഓഗസ്റ്റിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വരുന്നു. അതിങ്ങനെയായിരുന്നു: ഹായ് ശ്രീജിത്ത്, ദിസ് ഈസ് കോളിംഗ് ഫ്രം റാ ഹോളിഡേയ്സ്. റാഗ് എന്ന കമ്പനിയെ കുറിച്ച് അന്ന് എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാനതൊരു യൂഷ്വൽ ഇൻ്റർവ്യൂ കോൾ ആയിട്ട് തന്നെയാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. അന്ന് യു എയിലെത്തി അത്യാവശ്യത്തിലധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ കിട്ടുന്ന എല്ലാ ഇൻ്റർവ്യൂ കോൾസും എനിക്ക് ബോണസ് ആയിരുന്നു. അവരുടെ ടെലിഫോണിക് ഇൻ്റർവ്യൂ സെക്ഷൻ കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ടാണ് ഞാൻ റാഗ് എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്തത്. ആൻഡ് ദറ്റ് സെർച്ച് വാസ് വർത്ത്. കാരണം എനിക്ക് അത്രയും നല്ല കമ്പനീസിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾസ് വന്നിട്ടുള്ളത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ടെലിഫോണിക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് ഡേ ദേ കോൾ മീ ഫോർ ദ ഡയറക്റ്റ് ഇൻ്റർവ്യൂ. അപ്പം ഞാൻ ആക്ച്വലി വളരെ പേടിച്ചിട്ടാണ് പോയത്. കാരണം ആ ഒരു കമ്പനി കണ്ടപ്പോൾ തന്നെ എൻ്റെ കുറച്ച് കിളി ഒരു സൈഡിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പോയ കിളികളൊക്കെ വിളിച്ച് കൂട്ടിലാക്കി ഞാൻ പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോയി. 9:30 എനിക്ക് അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 9:30 എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ പകുതി മൂഡ് പോയി. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരെന്തിനാണ് ഇനി 9:30 രാവിലെ തന്നെ വിളിച്ച് വരുത്തുന്നത്, ഇവർക്ക് വല്ല 12 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ വിളിച്ചൂടെ, ഞാൻ രാവിലെ സുഖമായിട്ട് തുറക്കാമല്ലോ എന്നായിരുന്നു. പക്ഷേ ഇവരെന്നെ വിളിക്കാനുള്ള റീസൺ ഇവർക്ക് രാവിലെ എന്നെക്കൊണ്ട് പോയിട്ട് വേണം പ്രാക്ടിക്കലി ചെയ്യിച്ചിട്ട് ഞാൻ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്നു. റബി ചേട്ടനായിരുന്നു അവിടെ അന്ന് ഉണ്ടായിരുന്നത്. സോ റബി ചേട്ടൻ എനിക്ക് കുറച്ച് പ്രാക്ടിക്കൽ സെക്ഷനൊക്കെ തന്നു. ദെൻ ഞാനത് ചെയ്തു. ആൻഡ് ദെൻ ഹി സെഡ് എം ഡി ഉണ്ട് അവിടെ, എം ഡി കാണും എന്നുള്ളത് പറഞ്ഞു. എം ഡിനെ കണ്ടു, ദെൻ എച്ച് ആറിനെ കണ്ടു, ആൻഡ് ഫൈനലി ഞാൻ സെലക്റ്റായി. അങ്ങനെ ഓഗസ്റ്റ് 19 ഞാൻ റാഗിൽ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ റാഗ് എന്നൊരു കമ്പനിയെ കുറിച്ച് ആക്ച്വലി പഠിക്കുന്നത്. 2013 രണ്ട് കലീഗ്സ് ആൻഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ള 2 പേര്, റസൽ അഹമ്മദ് ആൻഡ് മുഹമ്മദ് അസ്ലം, ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് തോന്നിയിട്ടുള്ളൊരു തോട്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ 2013 ഇവരെ ഫസ്റ്റ് ഓപ്പണിംഗ് ഖത്തറിൽ ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഡോക്യുമെൻറ്റ് ക്ലിയറൻസിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഖത്തറിൽ ഒന്ന് ഓക്കെ ആയ സമയത്ത് അവർ അതിൻ്റെ ഒരു ബ്രാഞ്ച് ദുബായിലോട്ടും എക്സ്പാൻഡ് ചെയ്തു. അന്ന് ഒറ്റ എക്സ്പാൻഷനിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് 3 പ്രൈം സെക്ടേഴ്സിലായിട്ടാണ് റൺ ചെയ്യുന്നത്. RAG ഗ്ലോബൽ ബിസിനസ് ഹബിൻ്റെ ഖത്തർ ആൻഡ് ദുബായ് ബ്രാഞ്ചസ്, RAG BizHQ, RAG ട്രാവൽസ്, RAG ടവർ, എക്സെട്ര. ആൻഡ് ഓൾസോ ദേ സ്റ്റാർട്ടഡ് ബ്രാഞ്ചസ് ഇൻ സിംഗപ്പൂർ ആൻഡ് USA. വാവ്, വാട്ട് എ അച്ചീവ്മെൻറ്റ്, റൈറ്റ്? ഒന്ന് ചിന്തിച്ച് നോക്കൂ, 2 കോമണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിലവർ ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫിനാൻസ് മാത്രമല്ല, അവരുടെ ടൈം, അവരുടെ എഫേർട്ട്, സ്ട്രഗിൾ എല്ലാം. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് പല കൺട്രിയിലായിട്ട് അവർ ഓൺ ചെയ്യുന്ന അവരുടെ കമ്പനീസ്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പല ചിരിച്ച മുഖങ്ങളുടെയും പല എൻജോയബിൾ മൊമെൻറ്റ്സിൻ്റെയും ദ വൺ ആൻഡ് ഓൺലി റീസൺ ഇസ് റസൽ അഹമ്മദ് ആൻഡ് മുഹമ്മദ് അസ്ലം.